ബന്ധത്തിൽ നമ്മെ ഉത്തേജിപ്പിക്കുന്ന നല്ല ചിന്ത നമുക്ക് നിൽക്കുകയാണ്. നമ്മൾ ചേർന്ന് നമുക്കൊരു അനുഭവം വായിക്കാം. സാധാരണ നമ്മൾ ആരാധനയ്ക്ക് ചിന്തിക്കുന്ന ഭാവം തന്നെയാണ് ഫിലിപ്പ് 2-ാം അധ്യായത്തിൻ്റെ 6 വാക്യങ്ങൾ വായിക്കുക. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 വാക്യം. അവൻ ദൈവരൂപത്തിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിന് മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകലനാമത്തിന് മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അതുകളുടെയും പുറങ്കാലൊക്കെയും പടവുകയും എല്ലാവരും നാമം യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണത്. ഇവിടെ കർത്താവ് യേശു ക്രിസ്തു താൻ ദൈവരൂപത്തിലിരുന്നവനാണ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളെന്ന് വിചാരിക്കുക ദാസരൂപം എടുത്തു. ദാസരൂപം എടുത്തു എന്ന് പറഞ്ഞാൽ അടിമയായി തീർന്നു. ആർക്കു വേണ്ടി? നമുക്ക് വേണ്ടി. പാപത്തിൻ്റെ കുഴിയിൽപ്പെട്ട് അവിടുന്ന് കരകയറാൻ പരിശ്രമിക്കുന്നതോറും കാഴ്ചയിലേക്ക് പോയി നമ്മളെ അവിടുത്തെ മക്കളാക്കി തീർക്കുവാൻ, സ്വർഗരാജ്യത്തിന് അവകാശങ്ങളാക്കി തീർക്കുവാൻ, തന്നോടുകൂടി ഇരുത്തുവാൻ പിതാവിൻ്റെ മടിയിലെ ഏകജാനായ പുത്രൻ സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്നുകൊണ്ടാണ്. ഈ ഭൂമിയിലേക്ക്, നാശകരമായ ഭൂമിയിലേക്ക് പിതാവിൻ്റെ പുത്രൻ ആ യേശുക്രിസ്തു വരാനുണ്ടായ കാരണം എൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെ പാപത്തിൻ്റെ കടവലയായിരുന്നു. എന്നാൽ ഈ സത്യം പറയാൻ നമ്മൾ ജീവിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് ഈ വെളിച്ചം ലഭിച്ചപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആ ക്രൂശിലെ മരണം, ആ ക്രൂശിലെ യാഗമരണം, ആ ശാപമരണം എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ ഇതായതുകൊണ്ട്, നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ ഇതായതുകൊണ്ട് നമുക്കൊന്ന് രക്ഷപ്രാപിച്ച് ദൈവമക്കളുടെ പദവി ലഭിക്കാൻ ഇടയായി. നമുക്ക് ദൈവമക്കളുടെ പദവി ലഭിക്കാൻ യാതൊരു അറിവ് നമുക്കുണ്ടായിരുന്നില്ല. നാം അത്രമാത്രം പാപം ചെയ്ത് അങ്ങനെ ദൂരെ പോയതായിരുന്നു. എന്നാൽ നമുക്ക് വേണ്ടി ഇതാ കർത്താവ് യേശു ക്രിസ്തു സ്വർഗത്തിലെ അവൻ ദൈവരൂപത്തിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളെന്ന് വിചാരിക്കാതെ, ദൈവത്തിന്റെ സാദൃശ്യത്തിലായിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളെന്ന് വിചാരിക്കാതെ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ സകല അവൻ അനുഗ്രഹങ്ങളും അത് കൈവെടിഞ്ഞ് അത് വേണ്ടാന്ന് വെച്ച് ഈ ഭൂമിയിലേക്ക് വരാൻ കാരണമായി. അതിന് കാരണമായിട്ട് നമ്മുടെ പാപത്തിന്റെ ഒരു കാഠിന്യ നിമിത്തമായിരുന്നു. എന്നാൽ പ്രിയ ദൈവമക്കൾ, ഇന്ന് നാം വളരെ സന്തോഷവും സമാധാനത്തോടെ വന്നിരിക്കുകയാണ്. എന്താണ് നാം ദൈവമക്കളുടെ പദവി? ദൈവമക്കളുടെ പദവി നമുക്ക് ലഭിച്ചുകൊണ്ട് നമുക്ക് സമാധാനമുള്ളവരായി, സ്വസ്ഥമുള്ളവരായി ദൈവത്തെ ആരായപ്പോൾ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. മാത്രമല്ല, അവൻ തന്നെത്താൻ താഴ്ത്തി. ഇനിയൊരു മനുഷ്യനെ എത്രത്തോളം താഴമോ അത്രത്തോളം താഴ്ത്തി. അവൻ തന്നെത്താൻ താഴ്ത്തിയുകൊണ്ട് ദൈവനെ ഏറ്റവും ഉയർത്തിയിരിക്കുകയാണ്. ആ താഴ്മയുടെ മനോഭാവം കർത്താവ് യേശുവിനുള്ളതുകൊണ്ട്, ആ താഴ്മയുടെ മനോഭാവം കാണിച്ചുകൊണ്ട് തന്റെ പിതാവ് തന്നെ ഉയർത്തി ഇന്ന് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷാചരിക്കുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനായിരിക്കുകയാണ്. ആ മഹാപുരോഹിതൻ നമ്മളെ ചേർക്കാനായിട്ട് വീണ്ടും വരുന്നുള്ള പ്രത്യേകത നമുക്കുണ്ട്. താൻ തന്റെ സ്വരാജനോട് തന്റെ ശിഷ്യനോട് പറഞ്ഞ വാക്കിനെ ഓർക്കുകയാണ്, നിങ്ങൾ ഹൃദയം കരയെ പോകരുത്, എന്നിൽ എൻ്റെ പിതാവിനെ വിശ്വസിപ്പീൻ, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോവുകയാണ്. ഞാൻ സ്ഥലമൊരുക്കിയാൽ ഞാൻ വീണ്ടും വന്ന് ഞാൻ ഇരിക്കുന്നത് നിങ്ങളെ എടുത്ത് പിന്നെ വന്ന് നിങ്ങൾ ചേർത്തുകൊള്ളും. എത്രയോ ആശ്വാസമുള്ള വാഗ്ദത്തമാണത്. ഈ ഭൂമിയിൽ നമുക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല. എന്നിരുന്നാലും നമുക്ക് വലിയ പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവായ യേശു വീണ്ടും വരും, നമ്മെ ചേർക്കും, നാം നിത്യം അവനോട് കൂടി ആയിരിക്കും. അന്ന് നമ്മൾ അവൻ്റെ മുറിപ്പാടുകൾ ചുമിക്കുന്ന ദിവസമുണ്ട്. അതിനകത്ത് നമുക്ക് കർത്താവിനെ ആരാധിക്കാം, നമുക്ക് അവനെ മഹത്വപ്പെടുത്താം. ദൈവം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ.